പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹൊക്കാഗേനിയുടെ മാൻഷൻ കാണിക്കുന്നു. അവിടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ ജിറയ മാമൻ. മാമൻ ഹൊക്കാഗയോട് പറയും, ആ അക്കാസ്കി ടീമിന്റെ ലീഡറിനെ ഞാൻ കണ്ടുപിടിച്ചു. അവരുടെ ഹൈഡ് ഔട്ട് അതെവിടെയാണെന്ന് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് അറിയാം. മാമൻ പറയും, നമുക്ക് രണ്ടുപേർ കൂടെ ഇപ്പൊ ഒന്ന് പുറത്തേക്ക് പോയാലോ? എനിക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങള് അത്യാവശ്യമായിട്ട് നിന്നോട് പറയണം. മാത്രമല്ല എനിക്ക് കുറച്ച് ലിക്കറും അടിക്കണം എന്ന് പറയുമ്പോ അതിനവള് പറയും, അതിന് ഹൊക്കാഗ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഹൊക്കാഗയാണ്. നീ അവരുടെ ഹൈഡ് ഔട്ട് പറഞ്ഞതാ, എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ പിടിക്കണം. അവരാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കള്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ രണ്ട് ആശാമാരും മുന്തിയ രണ്ട് സാധനമൊക്കെ അടിച്ച് അങ്ങനെ കിറങ്ങിയിരിക്കുകയാണ്. മാമൻ പറയും, ഓ നീ ഈ ബോട്ടിലും കുടിച്ചു തീർത്തോ? തുടക്കത്തിൽ നിനക്ക് എന്ത് ഡിമാൻഡ് ആയിരുന്നു? എനിക്കിപ്പോ കുടിക്കാൻ ഒരു തുള്ളി പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞ് മാമനാവട്ടെ ഇപ്പൊ ഹൊക്കാഗയും തൂക്കിയെടുത്ത് തിരികെ മാൻഷനിലേക്ക് പോകും. കട്ട് ചെയ്ത കരീന അവള് വലിയ എന്തോ റോക്കറ്റ് വിട്ട മട്ടില് ഇവിടെ സാസുകയ്ക്കുള്ള മരുന്നുമായിട്ട് പതിയെ നടന്നു വരികയാണ്. സുഗട്സു ആണെങ്കില് അവന് കലി കയറി, യു ആർ അൺബിലീവബിൾ, നിന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല, നീ ഇങ്ങനെയൊരു സ്വഭാവക്കാരിയായിരുന്നോ? സാസുക ഒരുപാട് നേരായി ഇവിടെ വയ്യാതെ കിടക്കുന്നു, നീ സ്വപ്ന ലോകത്ത് എന്തൊക്കെ ആലോചിച്ച് ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതിനവൾ ദേഷ്യപ്പെട്ട് ഇപ്പൊ പുറത്തേക്ക് പോവും. അങ്ങനെ ടൗണിലൂടെ നടക്കുമ്പോ അവക്ക് ഒരുപാട് ചക്ര പവർ ഇപ്പൊ സെൻസ് ചെയ്യാൻ തുടങ്ങും. അവക്ക് മനസ്സിലാവും അവളെ ലക്ഷ്യമാക്കി ഇപ്പൊ ആരൊക്കെ വന്നോണ്ടിരിക്കുകയാണെന്ന്. കട്ട് ചെയ്ത അതേ സമയം ഇവിടെ കിബ പറയും, അവരുടെ സ്മെല്ല് അതിപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, സ്പീഡിൽ വായോ, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണം. ഇവിടെ കരീന അവളൊരു സ്ക്രോൾ എടുത്ത് താഴെയിട്ട് ഇപ്പൊ എന്തൊക്കെയോ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അവള് വീണ്ടും സെൻസ് ചെയ്യുമ്പോ അവക്ക് മനസ്സിലാവും ഇതൊന്നോ രണ്ടോ പേരല്ല, ഒരുപാട് പേരുണ്ട്. മനുഷ്യന്മാര് മാത്രമല്ല, അവരുടെ കൂടെ ഡോഗ്സും ഉണ്ട്. കട്ട് ചെയ്താ ഇവിടെ സുഗട്സു അവൻ കരീനെ അന്വേഷിച്ച് ഡോർ തുറക്കാനായിട്ട് ഡോറിന് അടുത്തേക്ക് പോവും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഡോർ തല്ലി തകർത്ത് അവൾ അകത്തേക്ക് വന്നിട്ട് പറയും, കമോൺ കമോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ആരൊക്കെയോ ഇപ്പോ നമ്മളെ ലക്ഷ്യമാക്കി ഇവിടേക്ക് വരുന്നുണ്ട്. അതിന് സാസുക പറയും, ജോഗോ എത്രയും പെട്ടെന്ന് നീ അക്കാസ്കി മെമ്പേഴ്സിന്റെ ആ ഒരു ഹൈഡ് ഔട്ട് അത് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ റെഡിയായി ആ ഒരു സ്ഥലം വിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അപ്പോഴാണ് ഇപ്പൊ കരീന ഒരു കാര്യം ചോദിക്കുക, ശരിക്കും എന്തിനാണ് നമ്മൾ അവരെ പേടിച്ചോടുന്നത്? നമുക്ക് തിരിച്ചു തന്ന് അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചൂടെ? അതിന് സാസുക പറയും, നീ പറഞ്ഞത് അവരൊരുപാട് പേരുണ്ടെന്നാണ്. അവർ അക്കാസ്കി മെമ്പേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഒരുപാട് പേര് നമ്മളെ അന്വേഷിച്ച് വരില്ല. രണ്ടേ പേര് മാത്രമേ നമ്മുടെ പിന്നാലെ വരൂ. അതിനർത്ഥം ഇപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്നവര് അത് മറ്റാരുമല്ല, ഹിഡൻ ലീഫ് വില്ലേജിലെ നിഞ്ചാസ് ആണ്. അതുകൊണ്ട് തന്നെ അവരോട് ആവശ്യമില്ലാതെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പ്രയോറിറ്റി അത് ഹിറ്റാച്ചി മാത്രമാണ്. അപ്പൊ കരീന അവളിപ്പോ ജൂഗോയോട് പറയും, എനിക്കിപ്പോ നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ഇത് സാസുകയുടെ ഡ്രസ്സാണ്, ഇതെല്ലാം തന്നെ നീ നിന്റെ പറവുകളുടെ കാലിൽ കെട്ടി ഓരോരോ ഭാഗത്തേക്കായി ഇപ്പൊ പറത്തിവിടണം. അങ്ങനെ ചെയ്താ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനം തെറ്റി അവർ മടങ്ങിപ്പോയിക്കൊള്ളൂ. അപ്പൊ ഇവിടെ കിബ അവൻ ബാക്കിയുള്ളവരോട് പറയും, ഇപ്പൊ സാസുകയുടെ പ്രസൻസ് അതെനിക്ക് ഒരുപാട് സ്ഥലത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കേട്ട് കാക്കാഷി ഞെട്ടും. അവൻ ആലോചിച്ച് നോക്കും, അവരുടെ കൂടെ തന്നെ ഒരു പ്രത്യേക പവറുള്ളവനുണ്ട്, മിക്കവാറും ഇത് അവന്റെ പണി തന്നെയായിരിക്കും. നമ്മൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കാനാണ് അവർ ഇപ്രകാരം ചെയ്തത്. അത് കേട്ടുടനെ ഇപ്പൊ കുട്ടപ്പൻ അവന്റെ മൾട്ടി ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുട്ടപ്പന്റെ ക്ലൗൺസ് ഇപ്പൊ ചറ പറയാന്ന് പറഞ്ഞ് ഇനി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവനിപ്പോ മുൻപോട്ട് പോവും. ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ കാടിനുള്ളിലൂടെ ഇപ്പൊ മുൻപോട്ട് പോകുമ്പോ രണ്ട് കണ്ണുകൾ കാണും. അവന് മനസ്സിലാവും അവിടെ ആരോ ഉണ്ടെന്ന്. ആ ഒരു കണ്ണിലെ തിളക്കം കാണുമ്പോ അവന് മനസ്സിലാവും അത് ശരീരം കണ്ണാണ്. അവനത് സാസുകയാണെന്ന് കരുതി ഇപ്പൊ ഓടിയെടുക്കും. പക്ഷെ അത് സാക്ഷാൽ ഹിറ്റാച്ചിയാണ്. അവൻ കുട്ടപ്പനെ കണ്ട് അങ്ങനെ അനങ്ങാൻ നിൽക്കും. നറൂട്ടോ ഉടനെ അവനെ കൊണ്ട് ഒളിച്ചിരിക്കും. അതിന് ഹിറ്റാച്ചി, നറൂട്ടോ നീ എന്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ സാസുകയല്ല ഹിറ്റാച്ചിയാണ്, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വാ, എനിക്ക് ചില കാര്യങ്ങള് നിന്നോട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, സാസുക അവൻ എവിടെ? എനിക്കറിയാം അവൻ നിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്, മര്യാദയ്ക്ക് അവൻ എനിക്ക് വിട്ടുതാ. അതിന് ഹിറ്റാച്ചി പറയും, നീ ഇതുവരെ അവന്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ലേ? അതിന് കുട്ടപ്പൻ പറയും, സാസുക അവൻ എനിക്ക് എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്, അവനെ തിരിച്ചു കിട്ടും വരെ എന്റെ പോരാട്ടം അത് ഞാൻ അവസാനിപ്പിക്കില്ല. അതിന് ഹിറ്റാച്ചി ചിരിക്കും. അത് കണ്ട കുട്ടപ്പൻ ഹിറ്റാച്ചി അടിക്കാനായിട്ട് ഇപ്പൊ ചാടി വീഴും. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് ഗെഞ്ചിപ്സുല് ലോക്ക് ചെയ്ത് ഒരു ഇല്യൂഷനിലേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത ഇവിടെ ജിറയ മാമൻ ഇപ്പൊ ഹൊക്കാഗയോട് പറയും, അക്കാസ്കി ലീഡർ അവനിപ്പോ
ഹിഡൻ റെയിൻ വില്ലേജിലാണ് ഉള്ളത്. അവിടെ കനത്ത സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് അത്ര എളുപ്പത്തില് അവനെ പിടിക്കാൻ കഴിയില്ല. അതിന് ഹൊക്കാഗ പറയും ആ ഒരു ഗ്രാമത്തിനെ ചുറ്റി എർത്ത്, വിൻഡ്, ഫയർ ഈ 3 പവേഴ്സും അതിന് ചുറ്റുമുണ്ട്. അതിന് മാമൻ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേഷം മാറി ആ ഗ്രാമത്തിലേക്ക് പോവും. എന്നിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കും. അതിന് ഹൊക്കാഗ ഷോക്കായിട്ട് പറയും വേണ്ട വേണ്ട, അത് വലിയ അപകടമാണ്. അത് കേട്ട് മാമൻ ചിരിക്കും. ഞാൻ വെറും ഒരു നിഞ്ചയല്ല, ഞാനൊരു സെനിയനാണ്, എനിക്ക് ഒരാപത്തും വരില്ല എന്ന് പറയുമ്പോ അത് കേട്ട് ഇപ്പൊ നമ്മുടെ ഹൊക്കാഗയ്ക്കാവട്ടെ ഒരുപാട് വിഷമായി. അവള് തല കുനിച്ചിരിക്കും. അവള് പറയും ശരിക്കും തേർഡ് ഹൊക്കാഗ ആഗ്രഹിച്ചിരുന്നത് നിങ്ങളെയാണ് ഈ ഗ്രാമത്തിന്റെ 4th ഹൊക്കാഗയായി വാഴിക്കണമെന്ന്. അതിന് മാമൻ പറയും എനിക്ക് ഹൊക്കാഗ ആവാൻ ഒട്ടും താല്പര്യമില്ല. എന്തുകൊണ്ടും ലീഫ് വില്ലേജിന് പറ്റിയ ഹൊക്കാഗ അത് മറ്റാരുമല്ല, നീ തന്നെയാണ്. അപ്പൊ ഹൊക്കാഗ പറയും ഒറോച്ചിമാറു അവനിങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് കേട്ട് മാമൻ ഇപ്പൊ ഹൊക്കാഗെ കളിയാക്കാൻ തുടങ്ങും. പണ്ട് എന്റെ സ്വത്തുമണി ഭയങ്കര ചുന്ദരിയായിരുന്നു, ഇപ്പൊ കാണുമ്പോ 50 വയസ്സ് കഴിഞ്ഞ എന്റെ അമ്മൂമ്മയെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കും. പക്ഷെ ഹൊക്കാഗ അവളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഷോക്കായിട്ട് അങ്ങനെ ഇരിക്കും. അതിന് മാമൻ പറയും നീ ടെൻഷൻ അടിക്കണ്ട, യാതൊരു കാര്യമില്ല, എല്ലാം ഓക്കെ ആവും. കാരണം ലീഫ് വില്ലേജില് ഒരുപാട് അടിപൊളി നിഞ്ചകള് ഇന്നുണ്ട്. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ അവൻ ആ ഇല്യൂഷനില് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. പക്ഷെ ഹിറ്റാച്ചി അവൻ ഉടനെ ഇപ്പൊ തിരികെ കൊണ്ടുവരും. കുട്ടപ്പന് പെയിൻ താങ്ങാൻ കഴിയാതെ അവൻ നെഞ്ചിൽ കൈവച്ച് ഇപ്പൊ താഴെയിരിക്കും. അവൻ ചോദിക്കും നിനക്ക് എന്താ വേണ്ടേ? സാസുക എന്തിനാ നീ ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുന്നേ? അതിനവൻ പറയും നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് മറഞ്ഞു പോവും. ഇവിടെ കുട്ടപ്പനാണെങ്കില് ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ വണ്ടടിച്ച് നിൽക്കും. അപ്പൊ കിബ അവൻ അവിടേക്ക് ചാടി വരും. അവൻ ചോദിക്കും എന്തു പറ്റി, എന്താ നീ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്? അതിനവൻ പറയും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പൊ അതേ സമയത്ത് ഇവിടെ ഹൊക്കാഗേന്റെ ആവട്ടെ ആള് വെള്ളമടിച്ച് പിപ്പിരിയായി ഇപ്പൊ വാള് വെക്കാൻ തുടങ്ങും. പാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹൊക്കാഗെ ആന്റിയെ ഒരു ബെഞ്ചിലിരുത്തും. ആന്റി പറയും അക്കാസ്കി മെമ്പേഴ്സിന്റെ ഹൈഡ് ഔട്ട് അത് വളരെ ഡേഞ്ചർ ആണ്, അതുകൊണ്ട് തന്നെ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മാമൻ ഉടനെ എഴുന്നേറ്റിട്ട് പറയും എനിക്ക് സമയമായി, എത്രയും പെട്ടെന്ന് ഞാൻ ഈ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യും. അതിന് ഹൊക്കാഗെ ആന്റി പറയും നീ ജീവനോടുകൂടെ തിരികെ വരാൻ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അതിന് മാമൻ ചിരിച്ചിട്ട് നിനക്ക് ധൈര്യമുണ്ടോ എന്റെ കൂടെ ബെറ്റ് കെട്ടാൻ? ഞാൻ പറയുന്നു ഈ ഒരു മിഷൻ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റൈലായിട്ട് ഞാൻ ഗ്രാമത്തിലേക്ക് തിരികെ വരും. നീ എപ്പോഴൊക്കെ എന്നോട് ബെറ്റ് കെട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ തോറ്റു പോയിട്ടേ ഉള്ളൂ. അപ്പോഴായിരിക്കും മാമൻ ഒരു കാര്യം പറയാ, ഞാൻ എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ്, നീയാണ് എന്നെ ആദ്യമായിട്ട് റിജക്ട് ചെയ്തത്. അതിനുശേഷം ഒരുപാട് അഡൾട്ട് കണ്ടന്റ് ഒക്കെ എഴുതി അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അവസാനമായിട്ട് അവരിപ്പോ ഒരുപാട് തമാശകൾ പറഞ്ഞ് പരസ്പരം പിരിയും. അത് കണ്ട് ഹൊക്കാഗെ ആന്റി പറയും നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്റെ തവളകളെ ഉപയോഗിച്ച് എനിക്ക് ഇൻഫർമേഷൻ തരണം, ഓൺ ദ സ്പോട്ട് ഞാൻ അവിടെ എത്തിയിരിക്കും. അതിന് മാമൻ പറയും ഈ ഗ്രാമം പോലും ഇപ്പൊ നിന്നിലാണ് ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നത്, നീ എന്നും ഈ ഗ്രാമത്തിനോടൊപ്പം ഉണ്ടാവണം, അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് അവള് ചോദിക്കും കാക്കാഷിയുണ്ട്, പിന്നെ നറൂട്ടോ കുട്ടപ്പനുണ്ട്, ഇവർക്കെല്ലാം എന്നെക്കാളും ഒരുപാട് കഴിവുണ്ട്. അതിന് മാമൻ പറയും തീർച്ചയായിട്ടും അവർക്ക് കഴിവുണ്ട്, പക്ഷെ ഇപ്പോ ഈ ഗ്രാമത്തിന് പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയ ഹൊക്കാഗ അതിപ്പോ നീ മാത്രമാണ്. ഹൊക്കാഗ പറയും നറൂട്ടോയെ കാണുമ്പോ എനിക്ക് എപ്പോഴും എന്റെ ബ്രദർ മിനട്ടെയാണ് ഓർമ്മ വരിക. എനിക്ക് ഉറപ്പുണ്ട് നറൂട്ടോ ഈ ഗ്രാമത്തിന്റെ തന്നെ ഹൊക്കാഗയായി തീരും. മാത്രമല്ല എന്റെ അമ്മയുടേതുപോലെ ഒരുപാട് പവറ് നറൂട്ടോ കുട്ടപ്പനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് എന്റെ അമ്മയെ തന്നെ ഓർമ്മ വരാറുണ്ട്. ഓക്കെ എനിക്ക് സമയമായി, ഞാൻ പോവാണെന്ന് പറഞ്ഞ് മാമ മുമ്പോട്ട് നടക്കും. എന്നിട്ട് ഹൊക്കാഗയോട് പറയും ആ ഒരു ഫൗണ്ടേഷൻ മെമ്പേഴ്സ് അവര് ഡേഞ്ചർ ആണ്, അതുകൊണ്ട് തന്നെ നീ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. ആക്ച്വലി ഡാംസോടെ ആ ഒരു ടീമിനെ കുറിച്ചാണ് ഇപ്പൊ മാമൻ പറയാ. ആൾ അത്രയും പറഞ്ഞ് ഇപ്പൊ മുൻപോട്ട് നടന്നു പോകുമ്പോ ഹൊക്കാഗെ ആന്റി ഒരുപാട് വിഷമത്തോടു കൂടെ ജിറയ മാമനെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.